സങ്കീർത്തനം 42:5. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ മനസ്സിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വേളകളിൽ ഒന്നിനു പുറകെ ഒന്നായി അവ പരിഹരിച്ചിട്ടും തീരാതെ തുടർന്നുകൊണ്ടേയിരുന്നാൽ മടുത്തുപോകാനുള്ള സാധ്യത ഏറെയാണ്. നിരന്തര യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്ന ഒരു പടയാളി എത്ര മാനസിക കരുത്തുള്ളവനായാലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മടുത്തുപോയാൽ മാനസികമായി തളർന്നു പോകും. വീറോടെ പൊരുതേണ്ട സാഹചര്യത്തിൽ അങ്ങനെ തളർന്നാൽ തനിക്ക് തന്നെ ജീവഹാനി സംഭവിക്കാം. തൻ്റെ സൈന്യത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഭാഗത്ത് പരാജയം നേരിടാം. അത്രയും നാൾ പൊരുതിയതൊക്കെ വെറുതെ ആയിപ്പോകുന്ന അനുഭവമാകും അപ്പോൾ ഉണ്ടാവുക. ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന, ഒരിക്കലും വിശ്രമമില്ലാതെ അവയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ നിരാശയ്ക്ക് അടിപ്പെടാൻ തുടങ്ങുന്ന മാനസികാവസ്ഥയാണ് ഈ സങ്കീർത്തനത്തിൽ പ്രതിഫലിക്കുന്നത്. ഇതിലെ 6-ാം വാക്യത്തിൽ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു എന്ന് പാടുന്നു. 9-ാം വാക്യത്തിൽ നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ തൻ്റെ ഈ കഷ്ടാവസ്ഥയൊന്നും ദൈവം കാണുന്നില്ല എന്ന് തനിക്ക് തന്നെ തോന്നുന്നു. അതിൻ്റെ കൂടെ 10-ാം വാക്യത്തിൽ കാണുന്നത് പോലെ നിൻ്റെ ദൈവം എവിടെ എന്ന് എൻ്റെ ശത്രുക്കളെ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എന്നാൽ ഇത്രയും നിസ്സഹായ അവസ്ഥയിലായിരിക്കുമ്പോഴും തന്നോട് തന്നെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാൻ പ്രബോധിപ്പിക്കുന്നു. കാരണം തനിക്ക് ലഭിച്ച വാഗ്ദത്തം ദൈവമാണ് തൻ്റെ മുഖപ്രകാശക രക്ഷ എന്നതാണ്. മുൻകാലങ്ങളിൽ ഈ ദൈവം തൻ്റെ ഇരുൾ മൂടിയ ജീവിതത്തിൽ പ്രകാശം പരത്തിയിട്ടുണ്ട്. നിരന്തരം അപമാനവും ഉപദ്രവവും ഉണ്ടെങ്കിലും ഇന്നും താൻ ജീവിക്കുന്നത് ദൈവം തൻ്റെ രക്ഷകനായി കൃത്യസമയങ്ങളിൽ പ്രവർത്തിച്ചതിനാലാണ്. ആകയാൽ നമുക്കും ഈ വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് ഏതു സാഹചര്യത്തിലും ഈ ദൈവം തന്നെയാണ് എൻ്റെ ദൈവം എന്ന് ഏറ്റുപറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.